ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതകത്ത് നല്ലൊരു ലോങ് ഫുൾ സർക്കിളായിട്ടുള്ള ഒരു അംബ്രല്ല കുർത്തയും പുറത്ത് നല്ല ലോങ് ആയിട്ടുള്ള ഫുൾ ഇറക്കത്തിലുള്ള തന്നെ ജാക്കറ്റുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ക്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഒരു പാർട്ട് 1ഉം 2 ആയിട്ടായിരിക്കും വരുന്നത്. പാർട്ട് 2ൽ ജാക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കും. ഈ വീഡിയോയിൽ എങ്ങനെയാണ് അംബ്രല്ല കുർത്ത ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് അളവുകളും എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്നും എങ്ങനെയാണ് അത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള മെറ്റീരിയൽ. ഈ പുറത്ത് കാണുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് ഫുൾ സ്ലീവ് വെച്ച് കുർത്ത തയ്ക്കേണ്ടത്. മറ്റത് അടിയിൽ കാണുന്നത് ലൈനിങ് ആണ്, അതിൻ്റെ ലൈനിങ് ആണ്. അടുത്ത് ഇതാണ് നമുക്ക് ജാക്കറ്റ് തയ്ക്കേണ്ട മെറ്റീരിയൽ. ജാക്കറ്റ് തയ്ക്കാനായിട്ട് ഇവിടെ 3 മീറ്ററും അംബ്രല്ല കുർത്ത തയ്ക്കാനായിട്ട് 4.5 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ജാക്കറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഫുൾ സ്ലീവ് കൊടുക്കുന്നത്. ലൈനിങ് 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അളവുകളെല്ലാം നമ്മളൊരു ബുക്കിലോ പേപ്പറിലോ എന്തെങ്കിലും ആദ്യം എഴുതി വെക്കണം. എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ട് അടയാളപ്പെടുത്തിയാൽ നമുക്ക് എളുപ്പമായിരിക്കും. നോക്കി നോക്കി വരച്ച് നമുക്ക് അടയാളപ്പെടുത്തിയാൽ മതിയായിരിക്കും. ഇവിടെ ഞാൻ ലെങ്ത് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് ടോട്ടൽ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ആം ഹോളിനുള്ളതും ഇതുപോലെ താഴോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഞാൻ ചെസ്റ്റ് വണ്ണമാണ് എടുക്കുന്നത്. ചെസ്റ്റ് വണ്ണം എനിക്കിവിടെ 11 ഇഞ്ചാണ്. 11 ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ച് എക്സ്ട്രാ നമ്മുടെ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ മാർക്ക് ചെയ്തത് വേസ്റ്റിൻ്റെ ഇതാണ്. വേസ്റ്റ് ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചരിച്ചൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോരുത്തർക്ക് ഓരോ അളവായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവുകൾക്കൊക്കെ മാറ്റം വരുത്താം. ബാക്കിയെല്ലാം മാർക്കിംഗ് എല്ലാം ഇതുപോലെയാണ്. അടുത്ത ആം ഹോൾ കർവിനായിട്ട് ഇതുപോലെ 1 ഇഞ്ച് നമുക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നടുക്കുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കർവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ വരച്ച അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. അടുത്തിനി നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. നെക്കിനായി 2.5 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് നെക്കിനായിട്ട് 4.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിനായിട്ട് 5.5 ഇഞ്ചും നീളവും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ഇത് തന്നെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കിലത്തതാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലത്തെ നെക്കും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത്. ഇതുപോലെ തന്നെ ഞാൻ മെയിൻ ക്ലോത്തിലും നല്ല ക്ലോത്തിലും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെട്ടാം. ഞാൻ സ്ലീവ് ജാക്കറ്റിൻ്റെ അതേ മെറ്റീരിയലിലാണ് സ്ലീവ് വെട്ടിയെടുത്തിരിക്കുന്നത്. സ്ലീവ് ഫുൾ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 29 ഇഞ്ച് കയ്യിൽ ചെറിയ ചുരുക്കം കൂടെയൊക്കെ വരുന്നതുകൊണ്ട് 29 ഇഞ്ച് നീളം വേണം. അതിനുശേഷം 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് ഞാൻ 30 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട്. താഴെ കൈയുടെ വണ്ണം 5 ഇഞ്ചും 1 ഇഞ്ച് അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി എങ്ങനെയാണ് അതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അളവുകളെല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കുർത്തിക്ക് ഫുള്ളായിട്ട് വേണ്ട ലെങ്ത് 45 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ട് നമ്മളിവിടെ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആക്കിയാണ് നമ്മൾ 15 ഇഞ്ച് എടുത്തത്. അത് നോക്കണ്ട, 14 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിന് എടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് നമ്മൾ ഈ 45 ഇഞ്ചിൽ നിന്നും ഈ 14 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോഴും 31 ഇഞ്ച്. അപ്പോൾ സ്കേർട്ട് പോലെ വരുന്ന അംബ്രല്ല പോലെ വരുന്നില്ലേ, അവിടെ 31 ഇഞ്ചാണ് നമുക്ക് ഇറക്കം എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ മടക്കി അടിക്കാനും ജോയിനിങ്ങിനും വേണ്ടിയിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെങ്ത്. സ്കേർട്ടല്ല അതിൽ അറ്റാച്ച് ചെയ്യേണ്ട ആ പാവാട പോലത്തെ പാർട്ട് വെട്ടേണ്ട ഭാഗത്തുള്ള ലെങ്താണ് നമ്മളിപ്പോൾ എടുത്തത് 32.5 ഇഞ്ച്.
ഇനി വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. വേസ്റ്റ് റൗണ്ട് കണക്കാക്കാനായിട്ട് നമ്മുടെ സ്കേർട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഈ ഇപ്പം വരച്ച ഭാഗത്തുള്ള ആ റൗണ്ടാണ് നമ്മളിപ്പം കണക്കാക്കാനായിട്ട് പോകുന്നത്. ആ റൗണ്ട് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് നോക്കാം. ലെങ്ത് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഇല്ലേ, അതെങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ എനിക്ക് 38 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെയാണോ അതനുസരിച്ച് അളക്കുക. ചിലർക്ക് 30 28 35. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് അളന്നെടുക്കുക. അതിനെ നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് എത്രയെന്ന് കിട്ടുന്നത്. 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 6 ഇഞ്ച് അടുപ്പിച്ച് കിട്ടും. അതിനുശേഷം ഇനി എങ്ങനെയാണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വേസ്റ്റ് ഇവിടെ നമുക്ക് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ലെങ്ത് 32.5 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് ഒരു പേപ്പർ ഇതുപോലെ എടുത്ത് 4ആയിട്ട് മടക്കുക. ഞാൻ ഇവിടെ പേപ്പർ ഇട്ടതിന് പകരം നിങ്ങളുടെ തുണി 4ആയിട്ട് ഇതുപോലെ മടക്കിയിടുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഫോൾഡ് ചെയ്തിരിക്കുന്ന അവിടെ നിന്നും 6 ഇഞ്ച് ഇതുപോലെ നമ്മൾ കറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കർവായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 6 ഇഞ്ച് ഇതുപോലെ കർവായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊരു സർക്കിൾ പോലെ വരച്ചെടുക്കാം. അതിനുശേഷം ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആ റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും 32.5 ഇഞ്ച് താഴോട്ട് ഇതുപോലെ ഫുള്ളായിട്ടും ടേപ്പ് നീക്കി വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ കർവ് ഷേപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഫുൾ സർക്കിൾ അംബ്രല്ല കട്ട് ചെയ്യുന്ന രീതി. ഇതാണ്. അതിനുശേഷം നമുക്ക് ആ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്ത് കളയാം. ലെങ്തും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഫുൾ സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് സൈഡ് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഞാൻ തുണി 4ആയിട്ട് മടക്കി വേസ്റ്റ് റൗണ്ട് ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലെങ്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തിനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് നമ്മൾ ജസ്റ്റ് അല്ലാതെയാണ് കട്ട് ചെയ്യുന്നത്, ഹാഫ് സർക്കിളിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് 38 നിന്ന് ആ 4 ഇഞ്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 9.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ. അതുപോലെ തന്നെ ഇവിടെയും 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 11.5 ലൈനിങ് കട്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത് നമ്മൾ എടുത്തത് 32.5 ആയിരുന്നു. പക്ഷേ ലൈനിങ് കുറച്ച് മുകളിലോട്ട് നിൽക്കണോണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 31 എടുത്താൽ മതി. അതിനുശേഷം തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കുക. ലൈനിങ് കട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ലൈനിങ്ങിൻ്റെ തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് നമുക്കിവിടെ 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ച് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് 11.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് വെച്ച് നമുക്ക് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് താഴോട്ട് ഇതുപോലെ കർവ് ചെയ്ത് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത് 31 ഇഞ്ചാണ്. നമ്മൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ടിൽ നമുക്ക് കുറച്ച് തുണി ഇതുപോലെ നിൽക്കും. ഈ ഭാഗം അവിടെ നമ്മൾ വേറൊരു പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ താഴെ നല്ല കറക്റ്റ് സർക്കിളായിട്ട് കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്താൽ അവിടെ നന്നായിട്ട് തന്നെ നമുക്ക് വരും. അപ്പോൾ ലൈനിങ് വെട്ടേണ്ടത് ഇതുപോലെയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് തുണി കുറവ് വരും. അപ്പോൾ നമ്മൾ വേറെ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യമായി ഇതുപോലെ സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. എപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം സ്ലീവാണ് സ്ലീവ് ഇതുപോലെ തയ്ച്ച് വെച്ചിട്ടാണ് ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല തുണിയുടെ പുറത്ത് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അതിന് മുന്നേ തുണിയിൽ പിന്ന് കുത്തി കൊടുക്കുക. നമുക്കിത് നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾക്കൊന്നും വ്യത്യാസം വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറത്തില്ല. ഇതുപോലെ പിന്ന് കുത്തി കൊടുക്കാം. അതിന് ശേഷം ആ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. അതിന് ശേഷം പിന്നെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുത്ത് നെക്ക് ഇതുപോലെ നിവർത്തിയിട്ട് ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തുണിയുടെ പുറത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് അടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡറും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സ്ലീവ് നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗമൊക്കെ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്ത് ഈ സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് ചീത്ത വശത്തോടെ, അതായത് അകം വശത്തോടെ നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടെ നടുക്കുന്ന് വേണം സ്റ്റിച്ച് കൊടുക്കാൻ. സ്റ്റിച്ച് കൊടുക്കാനായിട്ട് നടുക്കുന്ന് തന്നെ നമ്മൾ ഇതുപോലെ ഒരു നടുക്കുന്ന ലാസ്റ്റ് എൻഡിലോട്ടും അടുത്ത എൻഡിൽ നിന്നും അടുത്ത എൻഡിലോട്ടും ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സ്ലീവ് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സ്ലീവും അതേപടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തുള്ള അതാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു കുറച്ച് ഭാഗം നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് നമുക്കൊരു പീസ് വെട്ടിയെടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗത്ത് ആ കട്ട് ചെയ്തെടുത്തില്ലേ ആ പാർട്ടൊന്ന് വച്ച്, ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഷേപ്പിലൊന്നും എടുത്തില്ല, ഒരു ഉദ്ദേശ അളവിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വച്ച് അടിച്ച് മറിച്ചതിന് ശേഷം അവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ആദ്യം അത് രണ്ടും കൂടെ വച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അടിക്കുക. എന്നിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ മുകളിലുള്ള അത് വച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല കർവായിട്ട് തന്നെ വെട്ടിയെടുക്കാം. രണ്ട് ലൈനിങ് പാർട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപോലെ തന്നെ നമുക്കിതുപോലെ കർവ് ചെയ്ത് വെട്ടിയെടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് തുണിയിലോട്ട് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ബോഡി പാർട്ടിലോട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ നടുക്ക് ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് നടുക്കൊന്ന് മാർക്ക് ചെയ്യുക. അടുത്ത് നമ്മുടെ ബോഡി പാർട്ടില്ലേ അത് ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്യുക. നടുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ പുറത്ത് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് തന്നെ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ ലൈനിങ്ങിൻ്റെ പുറത്ത് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല ഭാഗം ആ നല്ല തുണിയുടെ അവിടെ വരുന്നതായിട്ട് വെച്ച് കൊടുക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ലൈനിങ് ക്ലോത്ത് വയ്ക്കുക, അടുത്ത് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക. അടുത്ത് നല്ല തുണിയുടെ വശത്ത് പാവാടയുടെ നല്ല ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നടുക്കുന്ന തന്നെ ഇതുപോലെ എല്ലാ പാർട്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം ചേർത്ത് വെച്ച് ബോഡി പാർട്ടൊക്കെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമുക്ക് അകത്ത് ഇങ്ങനെ തയ്യൽ തുമ്പ് കാണാനായിട്ട് പറ്റത്തില്ല. തയ്യൽ തുമ്പ് നമുക്ക് നല്ല നീറ്റായിട്ട് അകത്തോട്ട് അങ്ങ് പൊയ്ക്കോളും, പുറത്ത് കാണാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. ഇത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെയാണ്
നടുക്ക് നിന്നും ഒരു എൻഡിലോട്ട്, അവിടെ നിന്നും അടുത്ത എൻഡിലോട്ട്, അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തയ്യൽ പുറത്ത് കാണാനായിട്ട് അറിയാനായിട്ട് പറ്റില്ല. ഇതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷേപ്പ് അടിച്ചു കൊടുക്കാം. സ്ലീവിലും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോടെ തന്നെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പ് ചെയ്യുമ്പോൾ ബോഡി പാർട്ടിൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് കൊണ്ടുവച്ച് നമ്മളിതുപോലെ കെട്ടിട്ട് നിർത്തണം. ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക. അടുത്തിനി നമ്മൾ സ്കേർട്ടിൻ്റെ ആ പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും രണ്ടും രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആദ്യം മെയിൻ ക്ലോത്ത് ഇതുപോലെ അകത്ത് നിന്ന് പുറത്തോട്ട് വലിച്ചിട്ടതിന് ശേഷം സൈഡിൽ കൂടെ നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ നിർത്തിയില്ലേ, അതിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് കൊടുത്ത് തുടങ്ങണം. ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്ത് അത് അകത്തോട്ടാക്കിയതിന് ശേഷം ലൈനിങ്, പുറത്തുള്ള ലൈനിങ് നമുക്കിതുപോലെ വെച്ച് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി സൈഡിൽ വന്ന എക്സ്ട്രാ ക്ലോത്തൊക്കെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ട് വിട്ടതിന് ശേഷം ഒന്ന് 2-3 സ്റ്റിച്ചും കൂടെ കൊടുക്കാവുന്നതാണ്. അടുത്തിന് താഴെ എങ്ങനെയാണ് മടക്കി അടിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നല്ല കർവായിട്ട് ഒരു ചുളിവില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു മടക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു മടക്ക് കൊടുത്ത് ഇതുപോലെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നീറ്റായിട്ട് സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് ആ സർക്കിൾ, താഴത്തെ ആ റൗണ്ട് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ അങ്ങനെ ഒരിക്കൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് വൃത്തിക്ക് സൈഡിൽ കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഒരു ചുളിവും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് താഴെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ ചുളിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും കർവായതുകൊണ്ട്. അപ്പോഴിവിടെ അംബ്രല്ല കുർത്തി ഫുള്ളായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോഴിത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ പുറത്ത് വരുന്ന ഫുൾ ജാക്കറ്റിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.